ഹായ്, ഗുഡ് ഈവനിങ്. ദിവ്യ ജിജോ ഫ്രം ബ്ലൂമാൻ ഗ്രോ. നമുക്കിന്നൊരു മുല്ലയെ പരിചയപ്പെട്ടാലോ? കാമിനി മുല്ല. കാമിനി മുല്ല, മരമുല്ല, ഓറഞ്ച് ജാസ്മിൻ, മുരായ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈ സുന്ദരിക്ക്. നല്ല സുഗന്ധമുള്ള അഞ്ചിതൾ പൂക്കളാണ് ഈ ചെടിയിലുണ്ടാകുന്നത്. കുലയായാണ് പൂക്കളും മുട്ടുകളും ഉണ്ടാകുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരമുല്ല ചെടിയുടെ ഡ്വാർഫ് വെറൈറ്റിയിലുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ സാധാ മരമുല്ലയുടേത് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ്, എങ്കിലും നിറയെ പൂക്കുന്ന ഒരു മുല്ലയാണ്. സാധാ മരമുല്ല വലിയ മരമാകുന്ന മുല്ലയാണ്. അത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ പൂക്കളൊക്കെ ഈ ചെറിയ ചെടിയിലുണ്ടായ പൂക്കളാണ്. നാടൻ ചെടിയുടെയും ഡ്വാർഫ് വെറൈറ്റിയുടെയും പൂക്കളൊക്കെ സെയിം തന്നെയാണ്. തൂവെള്ള അല്ലെങ്കിലും ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. മരമുല്ലയിൽ എപ്പോഴും തന്നെ നല്ല പൂക്കൾ ഉണ്ടാകാറുണ്ട്. തൂവെള്ള അല്ലെങ്കിൽ അല്ല, ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇവയുടെ പൂക്കൾ. മരമുല്ലയിൽ ചെറിയ പച്ച നിറത്തിലുള്ള കായ്കൾ ഉണ്ടാകും. ഇത് ചുവപ്പ് കളറും അവസാനം ഓറഞ്ച് കളറുമാകും. പക്ഷികൾക്ക് ഈ കായ്കൾ വളരെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ്. ചട്ടിയിലാണെങ്കിൽ പോട്ടി മിക്സായി മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നിറയെ ശിഖരങ്ങൾ ഉണ്ടായി നിറയെ പൂക്കുന്ന ചെടിയാണ് കാമിനി മുല്ല. ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ ചെടി. അപ്പോൾ മരമുല്ലയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണാം. വീഡിയോയുടെ അവസാനം 2 ഫ്രൂട്ട്സ് കാണിക്കുന്നുണ്ട്. പണ്ടത്തെ നൊസ്റ്റാൾജിക് ആണ്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ എന്താണെന്ന്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.